പുതിയ വീഡിയോ ആണ് പിള്ളേരെ. ഒരു ഫോണിനെ പറ്റി സംസാരിക്കാൻ പോണേ. ഈ ഒരു ഫോണിന് കുറേ പ്രത്യേകതകളുണ്ട്. കുറച്ചധികമായിട്ട് പലയിടത്തായിട്ട് നിങ്ങളിത് കേൾക്കുന്നതും കാണുന്നതും ഒക്കെ ഉണ്ടായിരിക്കും. വോബിൾ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ. ഇത് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള, അതായത് ഇന്ത്യൻ മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണാണ്. ബേസ് മോഡലിന് 22,000 രൂപ മുതൽ 26,999 രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സാധനം വിൽക്കുന്നത്. ഈ ഒരു ഫോൺ ആക്ച്വലി എൻ്റെ കയ്യിൽ കിട്ടിയ സമയത്തുണ്ടല്ലോ, എനിക്ക് പട്ടി വിലയായിരുന്നു. പട്ടി വില എന്ന് പറഞ്ഞാൽ ഈ ഫോൺ കൊള്ളൂല, അയ്യോ മെയ്ഡ് ഇൻ ഇന്ത്യ സാധനം എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് എനിക്ക് വലിയൊരു പ്രമുഖ ബ്രാൻഡിന്റെ, എനിക്ക് ലോ സ്യൂട്ട് ഒന്നും നേരിടാൻ വയ്യ, പക്ഷെ എന്നാലും ഞാൻ പറയല്ലോ, ഒരു വലിയ പ്രമുഖ ബ്രാൻഡിന്റെ ഒരു ഫോൺ ഇതിന്റെ കൂടെ വന്നു. ആ ഫോണിന്റെ പ്രൈസ് 35,000 മുതൽ 36,000 രൂപയാണ്. ആ 36,000 രൂപയുള്ള ആ ഫോണിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നിപ്പോയി. ആ 36,000 രൂപയുള്ള ഫോൺ വെച്ചിട്ട് നമ്മുടെ വോബിൾ 1 കമ്പയർ ചെയ്യുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് വാല്യൂ ഫോർ മണി, അതായത് 22,000 രൂപ തൊട്ട് 26,999 രൂപ നിങ്ങൾ കൊടുക്കും. അപ്പോൾ അതിനുള്ള സാധനം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. ആദ്യം നമുക്ക് ഈ ഫോണിന്റെ ഡിസൈനിനെ പറ്റി സംസാരിക്കാം. കാര്യമായിട്ട് ഭയങ്കര എക്സ്ട്രാഗവന്റ് ആയിട്ടുള്ള ഡിസൈൻ ഒന്നുമില്ല. ഒരു മാറ്റ് സർഫസ് ആണ് വരുന്നത്. 7.8 mm ഒരു സൂപ്പർ സ്ലിം ആയിട്ടുള്ള ഒരു ബോഡിയാണ്. ഫ്രോസ്റ്റഡ് ഗ്ലാസും മെറ്റൽ ഫ്രെയിമും ആണ് ഇതിനകത്ത് വോബിൾ 1 യൂസ് ചെയ്തിട്ടുള്ളത്. 3 കളർ വേരിയൻസ് വരുന്നുണ്ട്. മിസ്റ്റിക് വൈറ്റ്, എക്ലിപ്സ് ബ്ലാക്ക്, പിന്നെ നോവ ബ്ലൂ. എൻ്റെ കയ്യിലുള്ളത് നോവ ബ്ലൂ ആണ്. എനിക്ക് തോന്നുന്നു ബ്ലാക്ക് കളർ, അതായത് എക്ലിപ്സ് ബ്ലാക്ക് ആയിരിക്കും കുറച്ചുകൂടി അടിപൊളി, കാണാൻ നല്ല അടിപൊളി. പക്ഷെ ഇത് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഏറ്റവും താഴെയായിട്ട് വോബിളിന്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ മാറ്റ് സർഫസ് ബാക്കിൽ വരുന്ന ഫോണുകൾ തീരെ താല്പര്യമുള്ളതല്ല, കൈക്കളിയാവും. ബാക്കിലത്തെ ആ ഒരു ക്യാമറ ബമ്പ് ഉണ്ട്, നല്ല കാര്യമായിട്ടുള്ള ഒരു ക്യാമറ ബമ്പ് ഉണ്ട്. ആ ക്യാമറ ബമ്പ് ഒരു കിടിലം ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് ആണ്. അത് ഷോ യു കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. കണ്ടോ, ഫിംഗർ പ്രിന്റ് പടപെടാന്നൊക്കെയാണ് പിടിക്കുന്നത്. ഡിസ്പ്ലേ പറ്റി സംസാരിക്കാം. 6.67 ഇഞ്ചിന്റെ ഒരു 120 Hz റിഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. ഒരു AMOLED ഡിസ്പ്ലേ ആണ്. കളേഴ്സ് എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ പോപ്പ് ചെയ്ത് നിൽപ്പുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ആ ഒരു ഡിസ്പ്ലേയുടെ കളർ ടോൺ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം, ഒരുപാട് കൂളും അല്ല ഒരുപാട് വാമും അല്ലാത്ത രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി കുറച്ച് വാം ആയിട്ടുള്ള കളർ ടോൺ ഉള്ള ഡിസ്പ്ലേസ് ആണ് കൂടുതൽ ഇഷ്ടം. ഫോർ എക്സാമ്പിൾ നമ്മൾ സാംസങ് നോക്കിക്കഴിഞ്ഞാൽ സാംസങ് കുറച്ചുകൂടി വാം ആയിട്ടുള്ള ഒരു കളർ പാലറ്റ് ആണ്. എന്നാൽ ഇതിനകത്ത് കുറച്ച് കൂളായിട്ടുള്ള ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന ഒരു കളർ പാലറ്റ് ആണ്. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, കളേഴ്സ് എല്ലാം നന്നായിട്ട് തന്നെ ഉണ്ട്. ഡോൾബി വിഷനും HDR10+ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1000 nits ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്ലിം ആയിട്ടുള്ള ഒരു ഫോൺ അവർ ക്രിയേറ്റ് ചെയ്തുവെങ്കിലും അതിന്റെ താഴെയായിട്ട് അവര് ഒരു ഓഡിയോ ജാക്കിനുള്ള ഒരു പോർട്ട് അവർ കൊടുത്തിട്ടുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് എനേബിൾഡ് ആയിട്ടുള്ള സ്പീക്കറൊക്കെ കുഴപ്പമില്ല. ഞാനൊരു പാട്ടും പ്ലേ ചെയ്ത് കാണിക്കുന്നില്ല, കാരണം പാട്ട് പ്ലേ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് പെടാന്നൊക്കെയാണ് ഇപ്പോൾ കിട്ടണേ. അതുകൊണ്ട് ഞാൻ പാട്ട് പ്ലേ ചെയ്യാൻ നിൽക്കുന്നില്ല. എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീക്കർ സിസ്റ്റം ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഇയർ പീസിൽ നിന്ന് വരില്ല, ഒരു സൈഡിൽ നിന്ന് മാത്രമേ സൗണ്ട് വരുള്ളൂ, ഈ സൈഡിൽ നിന്നും സൗണ്ട് വരില്ല. അപ്പോൾ ആ ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് കിട്ടൂല. ഇപ്പോൾ ഐഫോണൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളവരും അങ്ങനത്തെ ഒരു ഫോണിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്ന് മാത്രം സൗണ്ട് വരുമ്പോൾ ഒരു ഓഡായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ടോൺ ക്വാളിറ്റി എല്ലാം നന്നായിട്ടുണ്ട്. പ്രൊസസറിന്റെ കാര്യം പറയണ്ടേ, Dimensity 7400 ആണ് ഇതിനകത്ത് വരുന്ന പ്രൊസസർ. ഒരു 7 nm പ്രൊസസറാണ്. അപ് ടു 2.6 GHz ആണ് ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ അപ് ടു എന്ന് പറഞ്ഞ ഒരു വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലൊക്കെ കാണേണ്ടതാണ്. ഈ അപ് ടു വരുന്ന സമയത്ത് നമുക്ക് 2.5 GHz സ്പീഡ് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടും എന്നല്ല പറയണേ, ഇതിന്റെ ഇടയ്ക്ക് ഏത് വേണോ ആവാം. അപ് ടു അതുവരെ എന്നുള്ളതാണ് ഈ അപ് ടുവിന്റെ അർത്ഥം. അപ്പൊ അപ് ടു 2.5 GHz എന്നാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ടു ബെഞ്ച് മാർക്കിന്റെ അകത്ത് 10 lakh+ സ്കോറൊക്കെ കാണിക്കുന്നുണ്ട്, വിച്ച് ഈസ് ഗുഡ്. 8GB RAM വേരിയന്റ് മുതൽ 12GB RAM വേരിയന്റ് വരെ ഇതിനകത്ത് അവൈലബിൾ ആണ്. എൻ്റെ കയ്യിലുള്ളത് 8GB RAM വേരിയന്റ് ആണ്. സോ ഏറ്റവും ബേസ് മോഡൽ, അതായത് 22,000 രൂപയുടെ മോഡൽ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതേ പ്രൊസസർ വരുന്ന വേറെ 2 ഫോണുകളും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒന്ന് മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ, രണ്ടാമത്തത് ഐക്കോ Z10R. ഈ 2 ഫോണും ഇതേ സെയിം പ്രോസസ്സർ വെച്ചാൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു കമ്പാരിസൺ കിട്ടും. ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയൊരു USP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ക്യാമറയാണ്. ക്യാമറ എന്തുകൊണ്ട് USP ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ക്രിയേറ്റേഴ്സിന് വേണ്ടി അവർ കംപ്ലീറ്റ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോൺ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇറക്കിയിട്ടുള്ളത്. ഐ തിങ്ക് ഇറ്റ് ഈസ് റൈറ്റ് ആക്ച്വലി. കാരണം ആദ്യം ഈ ഫോൺ ഉപയോഗിച്ച സമയത്ത് ഈ ഫോണിന്റെ ക്യാമറ എനിക്ക് വലിയ ധാരണയും വലിയ ഇഷ്ടവും തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു ഫോണിന്റെ ക്യാമറ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ അത്യാവശ്യം തരക്കേടില്ല. ഈ ഒരു പ്രൈസ് പോയിന്റിലുള്ള പല ഫോണുകളും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി വീഡിയോസ്, അതായത് അപ്ലോഡബിൾ ആയിട്ടുള്ള, ഇപ്പോൾ യൂട്യൂബിലാവട്ടെ, ഫേസ്ബുക്കിലാവട്ടെ, ഇൻസ്റ്റാഗ്രാമിലാവട്ടെ, പലയിടത്തും അപ്ലോഡബിൾ ആയിട്ടുള്ള വീഡിയോസ് ഈ ഒരു ഫോൺ എടുക്കുന്നുണ്ട്. അതിലേക്ക് വരാം. ഈ ഒരു ഫോണിന്റെ അകത്ത് മെയിൻ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള സെൻസർ എന്ന് പറഞ്ഞാൽ 50 MP സോണി LVT600 ആണ്. ഒരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എനേബിൾഡ് ആയിട്ടുള്ള ഒരു സെൻസറും കൂടിയാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് നല്ലൊരു സ്റ്റെബിലൈസേഷൻ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് കിട്ടും. 8 MP ഒരു അൾട്രാ വൈഡ് സെൻസർ കൊടുത്തിട്ടുണ്ട്. 2 MP ഒരു മാക്രോ സെൻസറും കൊടുത്തിട്ടുണ്ട്. സോ ടോട്ടലി 3 സെൻസർ വരുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഈ പുറകിലുള്ളത്. ഫ്രണ്ട് ക്യാമറ 4K വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന
ഒരു 50 മെഗാ പിക്സലിൻ്റെ സെൻസറാണ്. എനിക്കിതിൻ്റെ സെൽഫി ക്യാമറ ഇഷ്ടപ്പെട്ടു പേഴ്സണലി. എനിക്ക് റിയർ ക്യാമറയെക്കാളും ഇതിൻ്റെ സെൽഫി ക്യാമറ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു വീഡിയോ എടുക്കുന്ന സമയത്ത് സെൽഫി ക്യാമറ ഈസ് പെർഫോമിങ് സൂപ്പർ ഗുഡ്. എനിക്ക് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ടൊക്കെ നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു സാമ്പിൾ കാണിച്ചിട്ടാണ് വെയിറ്റ് ചെയ്യും. നമ്മളിപ്പോൾ വോബൽ വോണിൻ്റെ അകത്ത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ കറൻ്റ്ലി എൻ്റെ ക്യാമറയിൽ ഒരു വീഡിയോ കൂടി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫോണിനെ കുറിച്ചിട്ട്. ഇതൊരു ടെസ്റ്റ് വീഡിയോ ആണ്. സെൽഫി വീഡിയോ എടുക്കുന്ന സമയത്ത് ബ്യൂട്ടി മോഡ് ഇങ്ങനെയുള്ള നമുക്കൊരു സാധനങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ സെൽഫി വീഡിയോയ്ക്കകത്ത് നമുക്ക് അപ്പേച്ചർ കുറയ്ക്കാനും കൂട്ടാനും പറ്റും. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും, വിച്ച് ഇസ് റിയലി ഗുഡ്. അപ്പോൾ ആ സെൽഫി ക്യാമറ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നു. റിയർ ക്യാമറ വെച്ചിട്ടും ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടും 4K നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. ഇനി നമ്മൾ ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്ത് നോക്കാത്തൊരു സാധനം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. കറൻ്റ്ലി എനിക്ക് നിങ്ങൾക്ക് 4K 30 FPS മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ 1080p 60 FPS 30 FPS ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു ക്രിയേറ്റേഴ്സിന് വേണ്ടി ഇറക്കുന്ന സമയത്ത് ആ ഒരു 4K 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ലെവൽ ഓഫ് ഫീച്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മേ ബി അടുത്തവരുടെ വോബൽ 2ൻ്റെ അകത്ത് അവർ അത് ചെയ്യുമായിരിക്കും. ഈ ഒരു പ്രൈസ് പോയിന്റിലുള്ള വേറെ കോമ്പറ്റീറ്റേഴ്സിനെ നോക്കുന്ന സമയത്ത് അവർ 6000 mAh വരെ ബാറ്ററി കൊടുക്കുന്നുണ്ട്. എന്നാൽ വോബൽ 1ൻ്റെ അകത്ത് 5000 mAh ഒരു ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 33 വാട്ട്സിൻ്റെ ഒരു ഫ്ലാഷ് ചാർജും, അതായത് ഫാസ്റ്റ് ചാർജിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഡിയോ കോളിൽ 47 മണിക്കൂർ വരെ ബാക്കപ്പ് കിട്ടുകയും വീഡിയോ കോളിൽ 24 മണിക്കൂർ വരെയാണ് ത്രൂ ഔട്ട് ബാക്കപ്പ് നിങ്ങൾക്ക് കിട്ടുക. ഒരു ചെറിയൊരു കമ്പാരിസൺ പറഞ്ഞാൽ OS എടുത്ത് തന്നെ പറയണം. OS കംപ്ലീറ്റ്ലി ഭയങ്കര സ്മൂത്ത് ആണ്. എനിക്ക് പേഴ്സണലി ഈ ഒരു ഫോണിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ OS ആണ്. കാരണം Android 15 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് കിട്ടുന്നത്. 0 ബ്ലോട്ട്വെയർസ് ആണ്. വേറെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസും ബ്ലോട്ട്വെയർസും ഒന്നും തന്നെ ഇല്ല. സൈഡ് ലോഡ് ചെയ്തിട്ടില്ല ഒന്നും. ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള UI, സർക്കിൾ ടു സെർച്ച്, പിന്നെ ജെമിനായി ഇങ്ങനെയുള്ള ഹാൻഡി AI ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഫോൺ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കമ്പനിയെ പറ്റി നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കാം. ഇൻകാൽ ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ്. ദാറ്റ് മീൻസ് ഏസറിന്റെ അണ്ടറിൽ വരുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു ഫോൺ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ വോബൽ എന്ന് കേൾക്കുമ്പോൾ പുതിയൊരു ബ്രാൻഡായിട്ട് തോന്നുമെങ്കിലും പ്രയർ ഫോണുകളും ലാപ്ടോപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ഒരു ബ്രാൻഡാണ് വോബൽ. 22,000 പ്രൈസ് പോയിന്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളൊരു ക്രിയേറ്റർ ആണ്, നിങ്ങൾക്ക് ഒരുപാട് കോണ്ടന്റ് ചെയ്യണം, എന്നാൽ ഒരു ബഡ്ജറ്റ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഹെഡ്. ഈ ഒരു ഫോണിൽ എനിക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫോണിന്റെ ക്യാമറ തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറാസ്, എബോ ആവറേജ് ആയിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ്, അതുപോലെ തന്നെ സെൽഫീസ് ഒക്കെ ഈ ഒരു ഫോൺ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇതിന്റെ കളർ റീപ്രൊഡക്ഷൻ ഒക്കെ സീരിയസ്ലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചുമ്മാ പറയുന്നൊന്നുമല്ല, സീരിയസ്ലി കളർ റീപ്രൊഡക്ഷൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു വൈബിന് പറ്റിയ ഒരു കളർ റീപ്രൊഡക്ഷൻ ആയിട്ട് തോന്നി. നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഡ്രൈവ് ലിങ്ക് കൊടുത്തിരിക്കാം. ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം ഞാൻ ആ ഡ്രൈവ് ലിങ്കിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കൂടുതലായിട്ട് ഇടാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ വീഡിയോ കളർ ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അത് റെൻഡർ ഔട്ട് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. മെറ്റാ ഡേറ്റയിൽ ചേഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. റോ ഫുട്ടേജസ്, റോ പിക്ചേഴ്സും വീഡിയോസും എല്ലാം ആ ഡ്രൈവ് ലിങ്കിൻ്റെ അകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഞാൻ കാര്യമായിട്ട് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ വോബിൾ എന്ന ബ്രാൻഡിൻ്റെ ആദ്യത്തെ ഫോണാണ്. വി ഹാവ് ടു കൺസിഡർ ദാറ്റ്. ഈ ഒരു ബ്രാൻഡ് ടെക്നിക്കലി ഈ ഒരു ഫോൺ എനിക്ക് അയച്ചു തന്ന സമയത്ത് ദേ വെർ സോ ഓപ്പൺ ടു ഫീഡ്ബാക്ക്. അവർ ആദ്യം പറഞ്ഞത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്താണോ ഇതിനകത്ത് കാര്യമായിട്ട് പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നത് ആ പ്രശ്നങ്ങൾ നിങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫോൺ ഇറങ്ങുന്ന സമയം നമ്മൾ സോൾവ് ചെയ്യും. ഞാനപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്, ഒരു ക്രിട്ടിസൈസ്ഡ് ആയിട്ടുള്ള ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ബ്രാൻഡിന് കൊടുത്തിട്ടുണ്ട്. ചില ബ്രാൻഡുകൾ ഇങ്ങനെയാണ്, ചില ബ്രാൻഡുകൾ ക്രിയേറ്റേഴ്സിന് പറയാനുള്ളത് കേൾക്കാൻ റെഡിയാവും. അങ്ങനത്തെ ഒരു മനസ്സുള്ള ഒരു ബ്രാൻഡാണ് വോബിൾ. ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് വോബിൾ ഫോർ ഡൂയിങ് ദിസ്, ലിസണിങ് ടു അവർ ഫീഡ്ബാക്ക്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമുക്ക്. കാരണം നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു സാധനമാണ് നമ്മുടെ വോയിസ്. ആ വോയിസ് അതേപോലെ ലിസൺ ചെയ്യാൻ എടുക്കുന്ന എഫേർട്ട് ഈസ് അപ്രീഷിയേറ്റബിൾ. താങ്ക് യു സോ മച്ച് വോബിൾ. ഇനി പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഇതിനകത്ത് PUBG കളിച്ചു, അതേപോലെ തന്നെ ആസ്ഫാൾട്ട് 8 കളിച്ചു. എനിക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഹൈ എൻഡ് ഗ്രാഫിക്സിലൊന്നും ഇട്ട് കളിക്കാൻ പറ്റൂല, ആ ഒരു പ്രൈസ് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. ബട്ട് സ്മൂത്തിലിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അതുമായിട്ട് എനിക്ക് ഹീറ്റ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം അറൗണ്ട് 1 മണിക്കൂറോളം ഞാൻ ഗെയിം കളിച്ചിട്ടും അതൊന്ന് വാമായി എന്നുള്ളതല്ലാതെ ഹീറ്റ് ആയിട്ടില്ല. മേ ബി ഞാൻ AC-ക്കകത്ത് ഇരുന്ന് യൂസ് ചെയ്യുന്നത് കൊണ്ടാവാം, ഞാനത് പ്രത്യേകം എടുത്ത് പറയാണ്. ബട്ട് സ്റ്റിൽ ഓവറോൾ ഫോൺ ഇസ് റിയലി ഗുഡ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. യൂഷ്വലി കിട്ടുന്ന പല ഫോണുകളും, ഞാൻ ബ്രാൻഡ് പറയുന്നില്ല, പല ഫോണുകളും മേടിക്കുന്നതിനേക്കാളും ഈ ഇങ്ങനെയുള്ള ബഡിങ് ആയിട്ടുള്ള അപ്കമിങ് ഫോണുകൾ ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ഗുഡ് ഫോർ അവർ എക്കണോമി, ഇന്ത്യൻ എക്കണോമി, ആൻഡ് വി ആർ സോർട്ട് ഓഫ് സപ്പോർട്ടിങ് എ ന്യൂ ബ്രാൻഡ്, an emerging brand. ഇങ്ങനെയുള്ള എമേർജിങ് ബ്രാൻഡുകളുടെയൊക്കെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവർ നമ്മുടെ ഫീഡ്ബാക്ക് വെക്കും. അതിന് നാളെ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ കൊണക്കുമായിരിക്കും. ബട്ട് ആസ് ഓഫ് നൗ ദേ ആർ ലിസണിങ് ടു അസ്. അപ്പോൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. ബ്ലോട്ട്വെയർസ് ഒന്നും ഇല്ലാതെ വരുന്ന ഒരു ഫോൺ എന്നുള്ളതാണ് എനിക്ക് ഈ ഫോണിനെ ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം. നല്ല ക്ലീൻ ആയിട്ടുള്ള UI. പക്ഷേ ക്യാമറയുടെ UI ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ് സ്റ്റിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിനകത്ത് ഭയങ്കര കാര്യമായിട്ടുള്ള ഒരു റിവ്യൂ
സംഭവമൊന്നുമല്ല. ഐ ജസ്റ്റ് വോണ്ട് ടു ബി യുവർ ഫ്രണ്ട്. ഞാനൊരു ഫോൺ ഉപയോഗിച്ചു, ആ ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണോ എനിക്ക് ഫീൽ ചെയ്തത് അത് നിങ്ങളടുത്ത് പറയണമെന്ന് തോന്നി. ഐ ഡിഡ് ഇറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുകൊടുന്നതായിരിക്കും. ബൈ.